അൽഫോൺസ് ചേട്ടൻ്റെ ക്യാരക്ടറിന് എനിക്ക് മലയാളത്തിൽ ഇതുവരെയും ചെയ്യാത്തൊരു ക്യാരക്ടർ ഒരാൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് ആക്ച്വലി ഇതന്നെ ഈ അൽഫോൺസ് ചേട്ടൻ്റെ ആ ഒരു ദേഷ്യപ്പെടലും, അൽഫോൺസ് ചേട്ടൻ എന്ത് ചെയ്താലും ഒരു ഫണ്ണ് വരും അതിൽ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട ഒരു ഫണ്ണ് വരും. അത് പുള്ളി ദേഷ്യത്തോടെ പറയുന്നതാണ്, പക്ഷെ അതിലൊരു ഒരു ഒരു ഫണ്ണിൻ്റെ ഒരു എലമെന്റ് അവിടെ കിടപ്പുണ്ട്. അത് പുള്ളിക്ക് മാത്രമുള്ള ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് വലിയൊരു ഇതാണ് തുറന്നു വന്നിരിക്കുന്നത് അടുത്തതിലൂടെ. പിന്നെ കാരണം ഈ പടം ഷൂട്ട് തുടങ്ങി 10-ാം ദിവസം തന്നെ പുള്ളിക്ക് ഇവിടുത്തെ ഒരു വലിയൊരു, അതായത് ഇവിടുത്തെ ടോപ്പ് സ്റ്റാറിൻ്റെ, പേര് പറയുന്നില്ല, സ്റ്റാറിൻ്റെ പടത്തിൽ വില്ലനായിട്ടൊരു ക്യാരക്ടർ വന്നു. അത് വരും, അടുത്ത അനൗൺസ് വരും. സോ അതിനുശേഷം കുറേ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. സോ അൽഫോൺസ് ചേട്ടൻ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്, ഭയങ്കരമായിട്ട് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് അത് വരുന്നില്ല. പുള്ളി എൻ്റെ അടുത്ത് 3-4 തവണ വരുന്നില്ല എന്ന് മാറ്റി പറഞ്ഞ് അവസാനം ഞാൻ പുള്ളിയുടെ പോർഷൻസ് ഷൂട്ടിൻ്റെ തലേന്ന് വിളിച്ച് എമോഷണലി മെസ്സേജ് ഒക്കെ അയച്ചിട്ടാണ് അൽഫോൺസ് ചേട്ടൻ കടന്നു വരുന്നത്. ദെൻ പക്ഷേ ഭയങ്കര സപ്പോർട്ടാണ്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ടറാണെങ്കിൽ പോലും എൻ്റെ ഒരു ഏട്ടനെ പോലെ കൂടെ നിന്ന് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം എനിക്ക് എവിടെയെങ്കിലൊക്കെ സമയം വേണമെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറത്തെ പോയി സംസാരിച്ച് എനിക്ക് സമയം മേടിച്ചിരുന്ന അത്രയും കമ്പനിയാണ്. ഇതിന് അങ്ങനെ അൽഫോൺസ് ചേട്ടൻ ആ പുതുമ, അത് മാത്രം ബേസ് ചെയ്തിട്ടുള്ളൂ. പുതുമ എന്ന രീതിക്ക് അൽഫോൺസ് ചേട്ടനെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ചേച്ചി ആൻ്റോണി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ അതുപോലെ ചെയ്യാത്ത ആരെങ്കിലും കൊണ്ടുവരാം, ദെൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഫീൽ ചെയ്തു. സോ കോസ്റ്റ്യൂം വൈസ് ലുക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് പ്ലാൻ വന്നതും എയിൽ കുറേ പേരെ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കി. ഇവർക്ക് എല്ലാവർക്കും സ്കെച്ച് ഉണ്ട്, എല്ലാവർക്കും. ഷെയ്നിന് എനിക്ക് തോന്നുന്നു ആദ്യം ഷെയ്ന് കഥ പറഞ്ഞ ശേഷം ഇംപ്രസ് ആയത് ആ ലുക്കിലാണ്, സ്കെച്ചിലാണ്. ചേച്ചിക്ക് ആ എയിലൊക്കെ കാണിച്ചു കൊടുത്ത് ചേച്ചിയും ഭയങ്കര ഇതായി. ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുക. അതായത് ചേച്ചിയുടെ സീനിൽ മാത്രമല്ല, ശാന്തനുകൊണ്ട് സീനിലും ചോദിക്കും, സെൽവ സാറിൻ്റെ സീനിലും ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി അത് അവർക്ക് കറക്റ്റാണ് ചേച്ചി, ഇല്ല എനിക്കത് അറിയണം, കാരണം അതങ്ങനെ കറങ്ങി എൻ്റെ അടുത്ത് വരിക. ഭയങ്കരമായിട്ട് ചോദ്യം ചോദിക്കും. ചേച്ചിയുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് എല്ലാം ചേച്ചി ദെൻ ആഫ്റ്റർ ദ റിലീസാണ് ചേച്ചി പറഞ്ഞു ഇപ്പം എനിക്ക് ഒരു ചോദ്യമില്ല, എല്ലാം മനസ്സിലായി, ജനങ്ങളത് സ്വീകരിച്ചതിലൂടെ സന്തോഷം. ஆக்சுவலாக கோ டைரக்டர் சொல்லுவார், പൂർണ്ണമായ ചേച്ചിയും ശാന്തനും വരുമ്പോൾ തന്നെ നിറയെ ക്വസ്റ്റ്യൻസ്. ചേച്ചിക്ക് ശേഷം പുള്ളിയാണ് പിന്നെ ഒരുപാട് ചോദ്യം ചോദിക്കുക. അപ്പോൾ ഇവർ രണ്ടും കൂടെ ഉള്ളൊരു സീൻ ഉണ്ട് പടത്തിൽ. അത് ചോദ്യം മാത്രമേ ഉള്ളൂ. അതായത് ചേച്ചി ഒരു 1000 ചോദ്യം പറയുമ്പോൾ പുള്ളി ഒരു 1000 ചോദ്യം, മൊത്തം 2000 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ഹെൽത്തി. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നതിലൂടെ അങ്ങനെ സംസാരിച്ചാണ് ഒരു സീൻ ഡെവലപ്പ് ആവേണ്ടത്. അപ്പം ഞാനൊന്ന് പറഞ്ഞു കൊടുത്തവർ ചെയ്തു തന്നതിലുപരി ഞാനെപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മളെല്ലാവരും സംസാരിച്ച് സ്റ്റേജ് ചെയ്ത് അത് അങ്ങനെ ഡെവലപ്പ് ആവുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പല സീനുകളും ടോട്ടലി മാറിയിട്ടുണ്ട് സെറ്റിൽ വെച്ചിട്ട്. ഇവരും കൂടെ ചോദിച്ച് നമുക്ക് പുതിയൊരു സാധനം വർക്കായിട്ടൊക്കെ അങ്ങനെ ചേച്ചിയിലോട്ട് വരുന്നു. ദെൻ പിന്നെ ഈ പറയുന്ന ബാക്കി കാസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ് ഈ ബാക്കി പുതിയ ആൾക്കാരെല്ലാവരും ഒറ്റൊരു കാര്യം വെച്ചുള്ളൂ. അവർ ഈ അടുത്തായിട്ട് ഒരുപാട് സിനിമകളിൽ വന്ന മുഖങ്ങളാവരുത്, തമിഴ് സംസാരിക്കണം, ചെറുതായിട്ട് പാലക്കാടൻ ടച്ച് കിട്ടിയാൽ നല്ലത്. ദെൻ അവർ ഗംഭീരമായിട്ട് അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ബിഹേവ് ചെയ്യാൻ ഉള്ളൊരു ഫീൽ കൊണ്ടുവന്നാൽ മതി. ഇതാണ് നമ്മൾ ഓഡിഷനെ പ്രോപ്പറായിട്ട് വെച്ചിരുന്നത്. അതിൻ്റെ ബേസിലാണ് എല്ലാവരും എടുത്തത്.